അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഓട്ടോമൊബൈൽ ടെക്നോളജിയുടെ പെനക്കിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ഇന്ന് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും അഡ്വാൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന F1 കാറിനെ കുറിച്ചാണ്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും അഡ്വാൻസ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, അതായത് നമുക്കറിയാം ഒരു F1 കാറിനേക്കാൾ പല മടങ്ങ് പവർഫുള്ളായ എഞ്ചിനും അല്ലെ പല മടങ്ങ് അഡ്വാൻസ് ആയ ടെക്നോളജിയും ഒക്കെ ഉപയോഗിക്കുന്ന പല സ്പോർട്സ് കാറുകളും ഹൈപ്പർ കാറുകളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ വാഹനങ്ങൾക്കൊന്നും, ഈ പറഞ്ഞ സ്പോർട്സ് കാറുകൾക്കോ ഹൈപ്പർ കാറുകൾക്കോ ഒന്നും ഒരു റേസ് സർക്യൂട്ടിൽ ഒരു F1 കാറിൻ്റെ 7 അയലത്തെത്താൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു കാറിൻ്റെ അസ്ഥിപഞ്ജരം പോലിക്കുന്ന ഈ സംഭവമാണോ താങ്കളുടെ ദൃഷ്ടിയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ ഉദാത്ത മാതൃക എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ, ഈ F1 കാർ എന്ന അത്ഭുതത്തെ, ഈ F1 കാർ എന്ന എഞ്ചിനീയറിംഗ് മാർവലിനെ അടുത്തറിയുമ്പോൾ ആ സംശയം അതിനോടുള്ള ആരാധനയായി മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഫോർമുല വൺ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നടക്കുന്ന കാർ ഓട്ട മത്സരങ്ങളുടെ അല്ലെ റേസിംഗ് ഇവൻറ്റുകളുടെ അങ്ങേയറ്റമാണ്. അതായത് F1 മുകളിൽ നിൽക്കുന്ന ഒരു മോട്ടോർ സ്പോർട്സ് ഇവൻ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം മറ്റുള്ള കാർ ഓട്ട മത്സരങ്ങൾ പോലെ FIA ആണ് നമ്മുടെ ഈ ഫോർമുല 1 കാർ ഓട്ട മത്സരവും നിയന്ത്രിക്കുന്നത്. ഫോർമുല 1 കാർ ഓട്ട മത്സരം നിയന്ത്രിക്കുക എന്നല്ല പറയേണ്ടത്, FIAയുടെ കർശനമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി ഒരു പർട്ടിക്കുലർ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്ന് നടത്തപ്പെടുന്ന ഒരു കാറോട്ട മത്സരമാണ് ഈ F1 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോർമുല 1 എന്ന് പറയുന്നത്. അതായത് കാറിൻ്റെ എഞ്ചിനിൽ തുടങ്ങി ഓരോ ഘടകങ്ങളുടെ സ്പെസിഫിക്കേഷനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ഫോർമുല തയ്യാറാക്കി അതിന് വിധേയമായി അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് F1 മാനുഫാക്ചേഴ്സ് അവരുടെ കാറുകൾ നിർമ്മിച്ച് ഈ മത്സരത്തിന് ഇറക്കുന്നത്. ആ ഫോർമുല അങ്ങനെ അങ്ങ് നിലനിർത്തി പോരല്ലോ. ഓരോ തവണ റേസ് നടത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ മത്സരങ്ങൾക്കിടയിലും ഈ ഫോർമുലയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം FIA കൊണ്ട്. സ്വാതന്ത്ര്യം ഉണ്ടെന്നെങ്കിൽ ഏതാണ്ട് ദൈനംദിന അടിസ്ഥാനത്തിൽ ഈ ഫോർമുലയിൽ ചെറുതും വലുതുമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ ഫോർമുല 1 ഈവൻറ്റ് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുമ്പോൾ ഫോർമുല 1 കാർ ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരേ സമയം 2 മത്സരമാണ് ഒരേ ട്രാക്കിൽ നടക്കുന്നത്. അതായത് ഒരു മത്സരം കാർ ഓടിക്കുന്ന ഡ്രൈവർമാർ തമ്മിൽ നടക്കുന്നു, അതുകൂടാതെ കാർ നിർമ്മിക്കുന്ന മാനുഫാക്ചേഴ്സ് തമ്മിലൊരു മത്സരവും അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ F1 2 ട്രോഫികളാണ് ഒരേ സമയം കൊടുക്കുന്നത്. അതായത് ഡ്രൈവേഴ്സ് ട്രോഫിയും അതുപോലെ മാനുഫാക്ചേഴ്സ് ട്രോഫിയും ഉണ്ട്. ഇതിന് സമാനമായ രീതിയിലുള്ള ഫോർമാറ്റിൽ നടക്കുന്ന കാർ ഓട്ട മത്സരങ്ങൾ വേറെയുണ്ട്. അതുകൂടാതെ ഡ്രൈവർമാർക്ക് മാത്രം ട്രോഫി കൊടുക്കുന്നു, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിന് ടീംസിന് മാത്രം ട്രോഫി കൊടുക്കുന്നതുമായിട്ടുള്ള ഫോർമാറ്റിലുള്ള കാർ ഓട്ട മത്സരങ്ങളും ഉണ്ട്. അപ്പം F1 കാര്യത്തിൽ ഈ 2 മത്സരങ്ങൾ, ഡ്രൈവർമാരുടെയും മാനുഫാക്ചറർമാരുടെയും മത്സരം ഒരേ സമയം ഒരേ സ്റ്റേജിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ F1 ചരിത്രം നോക്കുകയാണെങ്കിൽ 1950 മുതൽ ഈ മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ 2026 ഏതാണ്ട് 11ഓളം ടീമുകളാണ് മത്സരിക്കുന്നത്. ഈ ടീമുകളൊന്നും തന്നെ ഈ 1950 മുതൽ ഇന്ന് വരെ തുടർച്ചയായിട്ട് മത്സരിക്കുന്ന ടീമുകളൊന്നുമല്ല. ഇപ്പോൾ മത്സരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള ടീം അല്ലെങ്കിൽ ഏറ്റവും കാലപ്പഴക്കമുള്ള ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറാറിയാണ്. ഫെറാറി ഏതാണ്ട് 1956 മുതൽ F1 മത്സരിക്കുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് വരുന്നത്, പഴക്കത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് പിന്നെ വില്യംസിൻ്റെ ടീമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് 1968 തൊട്ട് വില്യംസ് മത്സരിക്കുന്നുണ്ട്. പിന്നെയുള്ള ടീമുകളെന്ന് പറഞ്ഞാൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള ടീമുകളൊന്നും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ടീമുകളും വന്നും പോയിരിക്കുന്ന ടീമുകളാണ്. മെഴ്സിഡീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1950 മുതൽ 55 വരെ മെഴ്സിഡീസ് മത്സരത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 55 ആയപ്പോഴത്തേന് മെഴ്സിഡീസ് F1 പാർട്ടിസിപ്പേഷൻ നിർത്തി. പിന്നെ 2010 തൊട്ട് വീണ്ടും മത്സരിക്കാനെത്തി. ഇതിന് സമാനമായ രീതിയിലാണ് പല ടീമുകൾ, ഇപ്പം റെഡ് ബുളിൻ്റെ കാര്യം എടുത്താലും അല്ലെങ്കിൽ ആൽപ്പിൻ്റെ കാര്യം എടുത്താലും മക്ലാറിൻ്റെ കാര്യം എടുത്താലും ഒക്കെ ഇവരിങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മക്ലാറിനൊക്കെ ആണ്ട് 80s പകുതി തൊട്ട് F1 മത്സരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഫോർമുല 1 മത്സരത്തിൻ്റെ ഫോർമാറ്റോ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫോർമുല 1 കാറാണ്. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ടെക്നോളജിക്കൽ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ F1 കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യവും അവസാനവുമായി നമ്മൾ പറയേണ്ടത് എയറോഡൈനാമിക്സിനെ കുറിച്ചാണ്. അപ്പോൾ എയറോഡൈനാമിക്സ് അല്ലെങ്കിൽ എന്താണ് എയറോഡൈനാമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വസ്തു അത് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ അല്ല അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ചുറ്റുപാടുമുള്ള വായുവുമായി, അതുമായി സമ്പർക്കത്തിൽ വരുന്ന വായുവുമായി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ല വായുവിനോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് എയറോഡൈനാമിക്സ്. അപ്പോൾ ഒരു F1 കാറിലേക്ക് വരികയാണെങ്കിൽ അതിൽ നിങ്ങൾ കാണുന്ന ഓരോ വസ്തുക്കളും, അതിൻ്റെ ഓരോ ചെറിയ ഘടകങ്ങളും, അതിൻ്റെ സർഫസിലുള്ള ഓരോ വളവും തിരിവും എല്ലാം എയറോഡൈനാമിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അതായത് F1 കാറിൻ്റെ സർഫസിലോ അതിനുള്ളിലോ കാണുന്ന ഒന്നും തന്നെ ഓർണമെൻ്റലായിട്ട് ഭംഗിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതല്ല, എല്ലാം ഫങ്ഷണലാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ഫൈറ്റർ വിമാനങ്ങളുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റർ വിമാനങ്ങളുടെ വീഡിയോ എല്ലാം ചെയ്യുമ്പോഴത്തേന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈ എയറോഡൈനാമിക്സ് എന്നുള്ള ടെർമിനോളജി. പക്ഷേ F1 കാറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എയറോഡൈനാമിക്സിലേക്ക് വരുമ്പോൾ F1 കാർ ഫൈറ്റർ വിമാനങ്ങൾക്ക് മുകളിലാണ്. ഫൈറ്റർ വിമാനങ്ങളും F1 കാറും തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ഫൈറ്റർ വിമാനങ്ങളിൽ ഈ എയറോഡൈനാമിക്സ് ഉപയോഗിക്കുന്നത് ലിഫ്റ്റ് ലഭിക്കാൻ വേണ്ടിയാണ്. അതായത് ആകാശത്തൂടെ പറക്കുന്ന വിമാനത്തിന് അത് താഴേക്ക് പോരാതെ
അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയുള്ള ലിഫ്റ്റ് ലഭിക്കാൻ വേണ്ടിയാണ് എയറോഡൈനാമിക്സ് ഉപയോഗിക്കുന്നത്. ഇതേ സംഭവം F1 കാറിൽ നമ്മൾ തിരിച്ച് ഉപയോഗിക്കുകയാണ്. അതായത് F1 കാറിൽ എയറോഡൈനാമിക്സ് ഉപയോഗിക്കുന്നത് ഡൗൺ ഫോഴ്സ് ലഭിക്കാൻ വേണ്ടിയാണ്. നമ്മൾ F1 കാറിനെ നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായും കാണുന്നത് എന്തൊക്കെയാണ്? ഫ്രണ്ടിൽ ഒരു ഫ്രണ്ട് വിങ് ഉണ്ട്, പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു അപ്പർ ബോഡി ഉണ്ട്, പുറകിലായിട്ട് ഒരു വലിയ സ്പോയിലർ അല്ലെങ്കിൽ ഒരു വലിയ വിങ്ങും കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് F1 കാറിലെ ആ വീലുകൾ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതായത് ഒരു ഫ്രണ്ട് വിങ്, അതിൻ്റെ ബോഡി, പിന്നെ പുറകിലൊരു വലിയ വിങ്. ഇനി ഈ എയറോഡൈനാമിക്സ് അല്ലെങ്കിൽ ഈ എയറോഡൈനാമിക്സ് എന്ന പ്രതിഭാസത്തെ എങ്ങനെയാണ് ഒരു F1 കാറ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. അതായത് 200 km/h അല്ലെ 300 km/h വേഗത്തിൽ വരുന്ന ഒരു കാറിന് വെറും 10 മീറ്ററിനുള്ളിൽ വെച്ച് തന്നെ ആ വേഗത വേണമെങ്കിൽ 200-ൽ നിന്നും 20 km/h താഴ്ത്താൻ സാധിക്കും. അങ്ങനെ വേഗത താഴ്ത്തി ഒരു കോർണർ മെനൂവർ ചെയ്ത് അവിടെ നിന്നും നിമിഷം കൊണ്ട് നൊടിയിടയിൽ വേഗത വീണ്ടും പഴയപടി 200 km/h ആയിട്ടോ 300 km/h ആയിട്ടോ വർദ്ധിപ്പിക്കാൻ ഈ കാറിന് സാധിക്കും. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഒരു F1 കാറിനെ ഒരു റേസ് സർക്യൂട്ടിൽ മറ്റൊരു ഹൈപ്പർ കാറിനോ ഒരു സ്പോർട്സ് കാറിനോ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ F1 കാറിനേക്കാളും വേഗത്തിൽ പെർഫോം ചെയ്യുന്ന പല കാറുകളും ഉണ്ട്. നമുക്കറിയാം പല ഇലക്ട്രിക് കാറുകൾ പോലും ഇതിലും വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യും. പക്ഷേ ഒരു ട്രാക്കിലേക്ക് വരുമ്പോൾ, ഒരു സർക്യൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കിന് വേഗത മാത്രം പോരാ, വേഗത വളരെ ചടുലമായി നിയന്ത്രിക്കാനും സാധിക്കണം. ഈ ഒരു കാര്യം F1 കാറിന് മാത്രമേ സാധിക്കുള്ളൂ. അത് F1 കാറിന് സാധിക്കാനുള്ള കാരണം അതിൻ്റെ ആ ഉദാത്തമായ എയറോഡൈനാമിക് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ആ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പം F1 കാറിന് മുന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. മുന്നിൽ നമ്മൾ പറഞ്ഞു വളരെ ഡീറ്റെയിൽഡ് ആയ വളരെ വലിയൊരു ഫ്രണ്ട് വിങ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അപ്വേർഡ് കെയർവ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി സെഗ്മെൻറ്റഡ് വിങ് ആണ്. ഇത് അതിൻ്റെ മുന്നിലുള്ള എയറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഈ അപ്വേർഡ് കെയർവ്ഡ് ആയിട്ടുള്ള വിങ്ങിൻ്റെ മുകളിലേക്ക് ഉയരുന്ന വായു അവിടെ ഒരു ഹൈ പ്രഷർ സോൺ സൃഷ്ടിക്കുകയും അതുപോലെ ഈ വിങ്ങിൻ്റെ താഴ്ഭാഗം കാറിൻ്റെ ഫ്ലോറിനോട് ചേർന്ന് റിലേറ്റീവ്ലി ഒരു ലോ പ്രഷർ സോൺ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് ഈ കാറിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ ഒരു ഹൈ പ്രഷർ സോണും താഴ്ഭാഗത്ത് ഒരു ലോ പ്രഷർ സോണുമാണ്. ഇതുമൂലം ഒരു ഡൗൺവേർഡ് സക്ഷൻ ഫോഴ്സ് ഉണ്ടാകും. ഈ ഡൗൺവേർഡ് സക്ഷൻ ഫോഴ്സ് ആണ് ഡൗൺ ഫോഴ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. വിമാനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേന് നേരെ തിരിച്ചാണ്. വിമാനത്തിൻ്റെ ചിറകിൻ്റെ താഴെ ഭാഗത്ത് അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ബോഡിയുടെ താഴെ ഭാഗത്ത് ഒരു ഹൈ പ്രഷർ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും മോഡിൽ ലോ പ്രഷർ സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് വിമാനത്തിന് ലിഫ്റ്റ് ലഭിക്കുന്നത്. ഇതേ സാധനം നമ്മളിവിടെ തിരിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ ഡൗൺ ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വളരെ സ്ട്രീം ലൈനായിട്ട് പുറകോട്ട് ചെല്ലുന്ന വായു ഈ വിങ് കടക്കുന്നതോടുകൂടി ഫ്രണ്ട് ടയറുകളുമായിട്ട് കോൺടാക്റ്റിൽ വരും. അപ്പോൾ നമുക്കറിയാം F1 കാർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ടയർ കാറാണ്. അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് F1 കാറുകളിൽ ഫെൻഡറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഇത്രയും വലിയ ഭീമാകാരൻ ടയറിന് മുന്നിലേക്ക് ഈ വായു ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു വലിയ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ടർബുലൻസ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കാറിൻ്റെ വേഗതയെ സാരമായി ബാധിക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഫ്രണ്ട് വിങ്ങിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് വിങ്ങിൻ്റെ 2 അറ്റങ്ങളും മുകളിലേക്ക് വളഞ്ഞാണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെ വിങ് ക്യാപ്പുകളെന്നാണ് വിളിക്കുന്നത്. ഈ വെർട്ടിക്കൽ ഫിൻസ് വീടിൻ്റെ മുന്നിലുണ്ടാകുന്ന ടർബുലൻസിനെ ഏതാണ്ട് ഒരു വലിയ പരിധി വരെ കുറയ്ക്കും, അല്ലെങ്കിൽ ആ ടർബുലൻസ് അവിടെ ഇല്ലാതെയാക്കും. അപ്പോൾ ഈ പറഞ്ഞ വിങ് ക്യാപ്പ് ഡിസൈൻ 2025-ലാണ്. 2026 ആയപ്പോഴത്തേന് കാറിൻ്റെ ഡിസൈനിൽ FIA മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അതും പ്രകാരം കാറിൻ്റെ നീളവും വീതിയും വീൽ ബേസും അതുപോലെ ടയറിൻ്റെ സെക്ഷൻ വിഡ്ത്തും ഒക്കെ കുറഞ്ഞു. തൽഫലമായിട്ട് ഈ വിങ് ക്യാപ്പിൻ്റെ ഡിസൈനിൽ മാറ്റം വന്നു. അതായത് നമ്മൾ ഈ വിങ് ക്യാപ്പിൻ്റെ വെർട്ടിക്കൽ ഫിൻ എന്ന് വിളിച്ച അറ്റത്തുള്ള വളഞ്ഞ് മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം അല്പം അകത്തേക്ക് മാറുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ഫിന്ന് ഇതിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് പുറത്തേക്കും വന്നു. അപ്പോൾ ഈ വിങ് ക്യാപ്പ് എന്ന് പറയുന്ന സംഭവം ടയറിന് മുന്നിലെ വോർട്ടെക്സ് ഫോർമേഷൻ അല്ലെങ്കിൽ ടർബുലൻസ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയുള്ളൊരു സ്ട്രക്ചർ ആണെങ്കിൽ ഇതേ വിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ മനഃപൂർവ്വം ടർബുലൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വിങ്ങിൻ്റെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ കാറിൻ്റെ ബോഡി വളരെ പോയിൻറ്റഡ് ആയിട്ട് വന്നാണ് ഈ വിങ്ങിലേക്ക് കണക്റ്റഡ് ആകുന്നത്. അതുപോലെ തന്നെ അവിടെ ആ വിങ്ങി താഴേക്ക് ഇൻവേർഡായിട്ട് കെയർവ്ഡ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇവിടെ ചെയ്യാനുള്ള കാരണം അവിടെ ടർബുലൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനൊരു ഡിസൈൻ അവിടെ വരുമ്പോൾ അതിലെ വളരെ ശക്തമായി ടർബുലൻ്റ് എയർ കാറിൻ്റെ അടിയിലേക്ക് പാഞ്ഞു കയറുകയും ഓൾറെഡി വിങ്ങിൻ്റെ താഴ്ഭാഗത്തുകൂടി കാറിൻ്റെ അടിയിലേക്ക് സ്ട്രീം ലൈൻഡ് ആയിട്ട് പോകുന്ന എയർ ഫ്ലോയെ ഈ ടർബുലൻ്റ് എയർ ഫ്ലോ 2 ഭാഗങ്ങളായി കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കാറിൻ്റെ 2 വശത്തുമുള്ള എല്ലാ കമ്പോണൻസിനും കൃത്യമായി എയർ ഫ്ലോ ലഭിക്കാൻ വേണ്ടിയാണ്. അതായത് കൂളിംഗ് ആവശ്യമായി വരുന്ന ബ്രേക്ക് ഡിസ്ക് ഉൾപ്പെടെയുള്ള പല ഘടകങ്ങളും 2 ഭാഗത്തുമുണ്ട്. ഈ ഭാഗങ്ങൾക്കെല്ലാം കൃത്യമായ രീതിയിൽ കൃത്യമായ അളവിൽ എയർ ഫ്ലോ ലഭിക്കാൻ വേണ്ടിയാണ് ഇതിനെ സെൻട്രൽ വെച്ച് ടർബുലൻ്റ് എയർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് F1 കാറുകളിലെ ടയറുകൾ ടോട്ടലി എക്സ്പോസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫെൻഡറുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ടയറുകളുടെ മുന്നിലുള്ള ടർബുലൻസ് കുറയ്ക്കാൻ വേണ്ടി വിങ് ടിപ്പുകളിൽ വിങ്സ് പോലുള്ള ഘടകങ്ങൾ ഘടിപ്പിച്ചു. പക്ഷേ ഈ ടയറുകൾ ഇത്ര വേഗത്തിൽ കറങ്ങുമ്പോഴത്തേന് അത് വലിയ തോതിൽ ആ ടയറുകൾക്ക് ചുറ്റും എയർ ടർബുലൻസ് ഉണ്ടാകും. ഈ ടർബുലൻസും
വളരെ അപകടകരമാണ്. അതായത് ടർബുലൻ്റ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതെങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എപ്പോഴും സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന എയർ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടത്താൻ സാധിക്കത്തുള്ളൂ. ടർബുലൻ്റ് എയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് ആ കാറിൻ്റെ എയറോഡൈനാമിക് സ്റ്റെബിലിറ്റിയെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഇനി ഈ എയറോഡൈനാമിക്സ് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 2 ടെർമിനോളജികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് എയറിനെ നമ്മൾ 2 ക്ലാസ് ആയിട്ട് തിരിക്കുന്നുണ്ട്, ഡേർട്ടി എയറും ക്ലീൻ എയറും. അപ്പോൾ ഈ ഡേർട്ടി എയർ എന്ന് പറയുമ്പോൾ നമ്മൾ പൊടിപടലങ്ങളും മറ്റ് വിഷവാതകങ്ങളും എല്ലാം നിറഞ്ഞ ഡേർട്ടി ആയിട്ടുള്ള പൊല്യൂട്ടൺ എയർ എന്നുള്ള അർത്ഥത്തിലല്ല. F1 കാറിൻ്റെ കാര്യത്തിൽ ഡേർട്ടി എയർ എന്ന് പറഞ്ഞാൽ അത് ടർബുലൻ്റ് എയറും ക്ലീൻ എയർ എന്ന് പറഞ്ഞാൽ സ്ട്രീം ലൈൻഡ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന എയറും എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ ടയറിൽ നിന്ന് വരുന്ന ഡേർട്ടി എയറിനെ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ആ ടയറിൽ നിന്ന് വരുന്ന ഡേർട്ടി എയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടയറിൻ്റെ തൊട്ട് പുറകിൽ ബോഡിയോട് ചേർന്ന് ബാർജ് ബോർഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു ഘടകമുണ്ട്. ഈ ബാർജ് ബോർഡുകൾ ടയറിൽ നിന്ന് വരുന്ന ഡേർട്ടി എയറിനെ അല്ലെങ്കിൽ ഈ ടർബുലൻ്റ് എയറിനെ ഒരു പരിധി വരെ സ്ട്രീം ലൈൻഡ് ആയിട്ട് ക്ലീൻ എയർ ആക്കി മാറ്റും, അല്ലെങ്കിൽ എയർ ടർബുലൻസിനെ കാറിൻ്റെ ബോഡിയിൽ തടാതെ പുറത്തേക്ക് തള്ളിവിടും. ഇനി നമ്മൾ കാറിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലീൻ എയർ ഒരു നാരോ സ്ട്രീമായി അല്ലെങ്കിൽ ഒരു നാരോ ഷീറ്റായി കാറിൻ്റെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മുകളിൽ വളരെ ശക്തമായ രീതിയിൽ എയർ ഒരു ഹൈ പ്രഷർ സോൺ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഡൗൺ ഫോഴ്സ് ആണ് കാറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാറിൻ്റെ താഴ്ഭാഗത്തെ ഡിസൈൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും മുൻഭാഗത്തേക്കാൾ പുറവശം അല്പം ഉയർന്നാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷ പറഞ്ഞാൽ F1 കാറിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഫോർവേഡ് ടിൽറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫോർവേഡ് ടിൽറ്റിനെ നമ്മൾ റേക്ക് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാറിൻ്റെ മുൻഭാഗത്ത് ഡൗൺ ഫോഴ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കോർണർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ കാറിൻ്റെ ഓവറോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വലായി നിൽക്കാനും ഒക്കെ വേണ്ടിയാണ് ഇങ്ങനൊരു റേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാറിൻ്റെ അടിയിലൂടെ പുറത്തേക്ക് വരുന്ന വായു ആ കാറിൻ്റെ പുറകിലുള്ള എയറുമായി മിക്സ് ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു വലിയ ടർബുലൻറ്റ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ മാസീവ് ടർബുലൻറ്റ് സോണ് പുറകെ വരുന്ന കാറുകളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഇതൊരു പരിധി വരെ ഒഴിവാക്കുന്നത് കാറിൻ്റെ അടിയിലുള്ള ഡിഫ്യൂസറുകൾ ഉപയോഗിച്ചാണ്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് വീലുകൾക്ക് പുറകിലുള്ള ബാർജ് ബോർഡുകളുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എയർ വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഈ എയർ വെൻറ്റുകളിലൂടെ വായു ഉള്ളിലേക്ക് പ്രവേശിക്കും. ഈ വായു പൂർണ്ണമായും കൂളിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇതൊരു വലിയ മാസീവ് ടർബോ ചാർജറുള്ള കാറാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർ കൂളറുണ്ട്. അതുപോലെ തന്നെ പല റേഡിയേറ്ററുകൾ, അതായത് എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളെ ഒരു ചെറിയ സ്പേസിൽ വെച്ച് നമുക്ക് കൂൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ചെയ്യുന്ന ഈ 2 വശങ്ങളുള്ള എയർ വെൻറ്റുകളിലൂടെ അകത്തേക്ക് ഇല്ലെന്ന വായു ഉപയോഗിച്ചാണ്. അതിലേക്ക് നമുക്ക് വരാം. ഇനി നമ്മൾ അപ്പർ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പർ ബോഡിയിൽ കാണുന്ന എല്ലാ ഡിസൈൻ എലമെൻസും, അതായത് കെയറുകളും ടേണുകളും എല്ലാം ഇതിൻ്റെ എയറോഡൈനാമിക്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻറ്റൻഷനലി കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെ അപ്പർ ബോഡി കടന്ന് നമ്മൾ പുറയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു റിയർ വിങ് കാണാൻ സാധിക്കും. വളരെ വലിയൊരു മാസീവ് റിയർ സ്പോയിലർ ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിങ്ങിനെ ഡീറ്റെയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വിങ് ഡൗൺവേർഡ് കേർവ്ഡ് ആണ്. അപ്പോൾ ഡൗൺവേർഡ് കേർവ്ഡ് ആയിട്ടുള്ള വിങ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ, അതായത് ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. തന്നെയുമല്ല ഈ വിങ്ങിൻ്റെ സെൻറ്റർ ഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ യൂണിറ്റ് അല്ല, അത് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റുകളായിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിനും അതിൻ്റേതായ കാര്യമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ഈ ഡൗൺ ഫോഴ്സ് എന്ന് പറയുന്ന സംഭവം F1 കാറുകളെ സംബന്ധിച്ചിടത്തോളം കോർണറിങ്ങിൽ അനുഗ്രഹമാണ്. പക്ഷേ ഇത് സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരുമ്പോഴത്തേന് ഇത് കാറിൻ്റെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതായത് ഇതുമൂലം ഡ്രാഗ് അഥവാ എയറിൻ്റെ റെസിസ്റ്റൻസ് വർദ്ധിക്കും. അതായത് F1 കാറിൻ്റെ എയറോഡൈനാമിക് എഞ്ചിനീയറിംഗ് അല്ല എയറോഡൈനാമിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റ്, അതായത് ഈ F1 കാറിൻ്റെ ഡിസൈൻ മികവ് കൊണ്ട് നമ്മൾ അതിന് ചുറ്റുമുള്ള എയറിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമൂലം എയറിൻ്റെ പ്രഷർ മൂലമാണ് നമ്മളിവിടെ ഡൗൺ ഫോഴ്സ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ എയറിൻ്റെ പ്രഷർ മൂലം ഇവിടെ ഡൗൺ ഫോഴ്സ് വർദ്ധിപ്പിക്കുമ്പോൾ അതിന് അനുപാതികമായിട്ട് ഡ്രാഗും വർദ്ധിക്കും. ഡൗൺ ഫോഴ്സ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, പക്ഷേ ഡ്രാഗ് നമുക്ക് ആവശ്യമില്ല. അത് കാറിൻ്റെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രാഗിനെയും ഡൗൺ ഫോഴ്സിനെയും ബാലൻസ് ചെയ്ത് ഒരു ഒപ്റ്റിമം പോയിന്റ് കണ്ടെത്തി അവിടെ ഈ കാറിൻ്റെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ കാർ പോകുമ്പോൾ ഈ ഡ്രാഗ് മാക്സിമം കുറച്ച് കാറിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കാറിൻ്റെ റിയർ വിങ്ങിൽ ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ച് ഈ വിങ്ങിൻ്റെ സെൻട്രൽ പോർഷൻ അല്ലെങ്കിൽ മിഡ് സെഗ്മെൻറ്റ് ടിൽറ്റ് ചെയ്യിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു F1 കാർ ഡ്രൈവറിന് ആവശ്യമായ സമയങ്ങളിൽ സ്റ്റിയറിംഗ് വീലിലുള്ള ഒരു സ്വിച്ച് ഉപയോഗിച്ച് ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ പ്രവർത്തിപ്പിച്ച് ഈ റിയർ വിങ്ങിൻ്റെ മിഡ് സെഗ്മെൻറ്റ് തുറക്കാൻ സാധിക്കും. അതോടെ ഈ കാറിൽ അനുഭവപ്പെടുന്ന ഡ്രാഗ് ഒരു പരിധിവരെ കുറയുകയും കാറിന് സാധാരണയിൽ കൂടിയ വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ സിസ്റ്റം അറിയപ്പെടുന്നത് DRS എന്ന പേരിലാണ്, അതായത് ഡ്രാഗ് റിഡക്ഷൻ സിസ്റ്റം എന്ന പേരിലാണ്. പക്ഷേ ഇങ്ങനൊരു സ്വിച്ച് ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ഡ്രൈവറിന് തോന്നിയ സ്ഥലത്തെല്ലാം ഇത് ഓപ്പണാക്കി ഡ്രാഗ് ആൻഡ് ഡൗൺ ഫോഴ്സ് കുറച്ച് വേഗത കൂട്ടാൻ സാധിക്കത്തില്ല. നമ്മൾ പറഞ്ഞല്ലോ ഇത് ഫോർമുല 1 കാറോട്ട മത്സരമാണ്. FIAയുടെ ഫോർമുല അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഈ സ്വിച്ച് എപ്പോഴൊക്കെ പ്രയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ FIAക്ക് അതിൻ്റേതായ മാനദണ്ഡങ്ങളുണ്ട്. അതായത് ട്രാക്ക് സ്ട്രെയിറ്റ് ആകുമ്പോൾ മാത്രമേ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ സ്വിച്ച്
ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലായ്പ്പോഴും ട്രാക്ക് സ്ട്രെയിറ്റ് ആകുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. മുന്നിൽ പോകുന്ന കാറും അല്ലെങ്കിൽ കാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെക്കൻഡിൽ താഴെയായിരിക്കുമ്പോൾ മാത്രമേ ഈ സ്വിച്ച് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് കാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മീറ്ററിലല്ല പറഞ്ഞ്, കാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ സെക്കൻഡിലാണ്. 1 സെക്കൻഡ് താഴെ ഡിസ്റ്റൻസ് ഉള്ളപ്പോൾ മാത്രമേ ഈ സ്വിച്ച് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുന്നിൽ പോകുന്ന കാറുകൾ ഈ 1 സെക്കൻഡ് ഡിസ്റ്റൻസ് പിടിച്ച് പുറകിലുള്ള കാറിനെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള പല ടെക്നിക്കുകളും F1 ഡ്രൈവർമാർ ഉപയോഗിക്കാറുണ്ട്. തന്നെയുമല്ല, നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു F1 കാറിൻ്റെ പുറകിൽ ഭാഗത്തെന്ന് പറഞ്ഞാൽ അതിമാരകമായിട്ടുള്ള മാസീവ് ടർബുലൻസ് ആണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ മുന്നിൽ പോകുന്ന കാറിനെ മുട്ടിയില്ല എന്ന രീതിയിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അപാരമായ സ്കില്ലുള്ള ഡ്രൈവർമാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ അപാരമായ ഡ്രൈവിംഗ് സ്കില്ലും റിഫ്ലക്സും ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ F1 ഡ്രൈവറായി മാറാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് മറ്റൊരു വശമാണ് അതിൻ്റെ. അപ്പോൾ ഈ DRS എന്ന് പറഞ്ഞാൽ ഇത് 2025 വരെ F1 കാറുകൾ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. 2026 ആയപ്പോഴത്തേനും DRSനെ ഒഴിവാക്കി. DRSനെ ഒഴിവാക്കിയെങ്കിലും വിങ്ങിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ആ DRS എന്നുള്ള ടേം, അതായത് ഡ്രാഗ് റിഡക്ഷൻ സിസ്റ്റം എന്നുള്ള സംഭവം മാറിയിട്ട് തൽസ്ഥാനത്തേക്ക് വേറെ 2 കാര്യങ്ങൾ കടന്നു വന്നു. വേറെ 2 കാര്യങ്ങളല്ല, വേറെ 3 കാര്യങ്ങൾ കടന്നു വന്നു. അതിൽ ഒന്നാമത്തത് ആക്റ്റീവ് എയറോ ആണ്. ആക്റ്റീവ് എയറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ DRS ചെയ്ത പോലെ റിയർ വിങ്ങിനെയും ഒപ്പം ഫ്രണ്ട് വിങ്ങിനെയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ട് ഡ്രാഗിനെയും ഡൗൺ ഫോഴ്സിനെയും മാനേജ് ചെയ്യണം. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോഴത്തേന് റിയർ വിങ്ങിലുള്ള സ്ലിറ്റും അതിനൊപ്പം ഫ്രണ്ട് വിങ്ങിലുള്ള സ്ലിറ്റുകളും ഓപ്പൺ ചെയ്യും. ഇതിനെ എക്സ് മോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ഡ്രാഗ് കുറയും. അതുപോലെ കോർണറിലേക്ക് വരുമ്പം ഈ വിങ്ങിലുള്ള സ്ലിറ്റുകൾ ക്ലോസ് ചെയ്ത് ഡൗൺ ഫോഴ്സ് വർദ്ധിപ്പിക്കും. ഈ മോഡ് Z മോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം DRSൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ആക്റ്റീവ് എയറോ എക്സ് മോഡ് നമ്മൾ ട്രാക്കിലെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കോഴ്സുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ DRSൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ആ 1 സെക്കൻഡ് റെസ്ട്രിക്ഷൻ ആക്റ്റീവ് എയറോയുടെ കാര്യത്തിലില്ല. അത് കാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെക്കൻഡ് താഴെ ആയിരിക്കും മാത്രമേ നമുക്ക് DRS ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ആക്റ്റീവ് എയറോയുടെ കാര്യത്തിൽ ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇതിന് പുറമെ രണ്ടാമത്തെ കാര്യമാണ് ഓവർടേക്ക് മോഡ്. അത് നമ്മൾ ഈ ആക്റ്റീവ് എയറോ എന്ന് പറഞ്ഞ സംഭവം ഒരു എയറോഡൈനാമിക് അഡ്ജസ്റ്റ്മെൻ്റാണ് ഈ കാറിൽ ചെയ്യുന്നത്. അതായത് റിയർ വിങ്ങും ഫ്രണ്ട് വിങ്ങും ഒക്കെ തുറന്ന് കാറിൻ്റെ എയറോഡൈനാമിക്സിൽ വ്യത്യാസം വരുത്താണ് നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ ഓവർടേക്ക് മോഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു F1 കാർ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈബ്രിഡ് കാറാണ്. അതായത് അതിൽ പവർ സോഴ്സായിട്ട് ഒരു IC എഞ്ചിനും ഒപ്പം ഒരു ബാറ്ററിയുമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ പവർ ട്രെയിനിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേന് പറയാം. നമ്മൾ ഓവർടേക്ക് മോഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ പണ്ട് DRSൽ ചെയ്തിരുന്ന അതേ കാര്യം തന്നെ. അതായത് കാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെക്കൻഡിൽ താഴെ ആകുമ്പോഴത്തേന് ഈ ഓവർടേക്ക് മോഡ് ഉപയോഗിച്ച് മുന്നിൽ പോകുന്ന കാറിനെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓവർടേക്ക് മോഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് കൂടുതൽ പവർ കാർ ഡ്രോ ചെയ്യും. അങ്ങനെ കാറിൻ്റെ സ്പീഡ് വർദ്ധിക്കും. അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഓവർടേക്ക് മോഡ്. അപ്പം ഓവർടേക്ക് മോഡ് ഉപയോഗിക്കണമെങ്കിൽ കാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെക്കൻഡിൽ താഴെയായിരിക്കണം. ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ DRSനെ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് DRS 2025 വരെ വിളിച്ചു പോകുന്നിരുന്ന ആ സംഭവം, അല്ലെങ്കിൽ 2025 DRS എന്ന് വിളിച്ചിരുന്ന ആ സംഭവം 2026 ആയപ്പോഴത്തേന് ഒരു വ്യത്യസ്തമായ രീതിയിൽ FIA അവതരിപ്പിച്ചു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിന് പുറമെയാണ് മൂന്നാമതായിട്ടൊരു ബൂസ്റ്റ് മോഡും കൂടെ വരുന്നുണ്ട്. അപ്പം ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഒരു സ്വിച്ച് ഉപയോഗിച്ച് കാറിൻ്റെ ബാറ്ററിയിൽ നിന്നും, അല്ല ഈ പറഞ്ഞ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാറ്ററിയിൽ നിന്നും കൂടുതൽ പവർ ഡ്രോ ചെയ്ത് കാറിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു മോഡാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ഈ ബൂസ്റ്റ് മോഡ്. അപ്പോൾ ഈ ഓവർടേക്ക് മോഡിൽ പറഞ്ഞ പോലെ ഈ 1 സെക്കൻഡ് റെസ്ട്രിക്ഷൻ ഈ ബൂസ്റ്റ് മോഡിൻ്റെ കാര്യത്തിലില്ല. അതായത് ബൂസ്റ്റ് മോഡിനെ ഡ്രൈവർക്ക് ആവശ്യമായ അവസ്ഥയിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഡ്രൈവർക്ക് അറ്റാക്ക് മോഡിൽ, അതായത് മുന്നിൽ പോകുന്ന കാറിനെ അടുത്തേക്ക് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി, കാറിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ ബൂസ്റ്റ് മോഡ് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പുറകിൽ നിന്നൊരു കാർ വളരെ വേഗത്തിൽ തന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ തൻ്റെ കാറിൻ്റെ സ്പീഡ് വർദ്ധിപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാനും അല്ലെങ്കിൽ ഒരു ഡിഫൻസിന് വേണ്ടിയും ഈ ബൂസ്റ്റ് മോഡ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ബൂസ്റ്റ് മോഡിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ തോന്നിയ ദിവസം ഈ ബൂസ്റ്റ് മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാറ്ററിയുടെ പവർ ഡൗൺ ആയിട്ട് പണി കിട്ടും. അതുകൊണ്ട് ഡ്രിങ്ക് റെസ്പോൺസിബിളി. ഇനി ഈ വണ്ടിയുടെ എയറോഡൈനാമിക്സ് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വലിയ മാരകമായ രീതിയിലുള്ള ഷാസിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു കാർബൺ ഫൈബർ മോണോക്കോക്കിന് ചുറ്റുമാണ് ഈ കാർ മുഴുവൻ നിർമ്മിച്ചെടുത്തിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാർബൺ ഫൈബർ മോണോക്കോക്ക്. അതായത് ആ മോണോക്കോക്കിന് മുൻഭാഗം അറിയപ്പെടുന്ന ടബ് എന്നാണ്. അവിടെയാണ് നമ്മുടെ ഡ്രൈവർ ഇരിക്കുന്നത്. അതിൻ്റെ പുറകിൽ എഞ്ചിൻ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. എഞ്ചിൻ കമ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. ഈ മോണോക്കോക്കിലേക്ക് എഞ്ചിൻ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നു. അതിൻ്റെ പുറകിൽ ആ എഞ്ചിനിലേക്ക് നമ്മൾ ഗിയർ ബോക്സും ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നു. അപ്പം ഈ ഗിയർ ബോക്സിന് ചുറ്റുമായിട്ടൊരു കാർബൺ ഫൈബർ എൻക്ലോഷറും കൂടെ വരുന്നുണ്ട്. ഇത്രയാകുമ്പോഴത്തേന് F1 കാറിൻ്റെ ആ കാർബൺ ഫൈബർ മോണോക്കോക്ക് അല്ലെങ്കിൽ കാർബൺ ഫൈബർ ഷാസി കംപ്ലീറ്റ് ആവും. അതുകൂടാതെ വേറെ അഡീഷണൽ സപ്പോർട്ടുകൾ ഒന്നും തന്നെ വരുന്നില്ല. ഈ മോണോക്കോക്കിലേക്കാണ് നമ്മൾ സസ്പെൻഷൻ അറ്റാച്ച് ചെയ്യുന്നത്. അതായത്
F1 കാറിൻ്റെ കാര്യത്തിൽ ഫ്രണ്ട് സസ്പെൻഷനും റിയർ സസ്പെൻഷനും ഏതാണ്ട് സിമിലറാണ്. സിമിലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ F1 കാറുകളിലും അതുപോലെ ഈ ഓപ്പൺ വീൽ കാറുകളിലെല്ലാം പൊതുവെ ഉപയോഗിക്കുന്നത് ഡബിൾ വിഷ്ബോൺ സെറ്റപ്പാണ്. അപ്പോൾ ഈ ഡബിൾ വിഷ്ബോൺ സെറ്റപ്പ് അല്ലെങ്കിൽ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചിതമായിട്ടുള്ള റോഡ് കാറുകളിലൊന്നും ഇത്തരം ഒരു സസ്പെൻഷൻ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് നമുക്ക് പരിചിതമായിട്ടുള്ള റോഡ് കാറുകൾ അല്ലെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന റോഡ് കാറുകളെല്ലാം തന്നെ മക്ഫേഴ്സൺ ഷർട്ട് എന്ന് പറയുന്ന സസ്പെൻഷനാണ്. അപ്പോൾ എന്താണ് ഈ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ? ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. വിഷ്ബോൺ ഷേപ്പിലുള്ള 2 ആംസുകൾ ഉപയോഗിച്ച് വീലിനെ വണ്ടിയുടെ ഷാസിയിലേക്ക് ഘടിപ്പിക്കുന്ന പരിപാടിക്കാണ് ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷ്ബോൺ എന്താണെന്നൊരു ചോദ്യം കൂടെ ഇവിടെ വന്നേക്കാം. അപ്പോൾ വിഷ്ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പക്ഷികൾ, കോഴി ഉൾപ്പെടെയുള്ള പക്ഷികളുടെ കഴുത്തിൻ്റെ മുന്നിലായിട്ട് ഒരു ഫോർക്ക് ഷേപ്പ്ഡ് ബോണുണ്ട്. അതിനെയാണ് വിഷ്ബോൺ എന്ന് പറയുന്നത്. അതായത് പക്ഷികളൊക്കെ പറക്കുന്ന ജീവികളാണല്ലോ. അപ്പോൾ ഈ പറക്കുമ്പോഴത്തേന് അതിൻ്റെ സ്കെലിറ്റൻ ഒരു സ്ട്രക്ചറൽ റിജിഡിറ്റി ലഭിക്കാൻ വേണ്ടി കോളർ ബോണുകൾ രണ്ടും ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ബോണായിട്ട് മാറിയെന്നും ആ ബോണാണ് നമ്മൾ ഈ പറഞ്ഞ ഫോർക്ക് ഷേപ്പിൽ കാണുന്ന വിഷ്ബോൺ. അപ്പം ഈ കാറിൻ്റെ സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വി ഷേപ്പിലുള്ള 2 ആമുകൾ ഉപയോഗിച്ച് വീലിനെ മോണോകോക്കിലേക്കോ അല്ലെങ്കിൽ ഈ ഷാസിലേക്കോ ഘടിപ്പിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പക്ഷേ F1 കാറിൽ ഈ വിഷ്ബോൺ സസ്പെൻഷൻ ഉപയോഗിക്കുന്നത് അത് ഏറ്റവും മികച്ച സസ്പെൻഷൻ ആയതുകൊണ്ട് മാത്രമല്ല, ചില പാക്കിംഗ് റീസണുകളുണ്ട്. പാക്കിംഗ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ F1 കാറുകളുടെ രൂപം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുന്നിലും പുറകിലും ഈ ഷാസി വളരെ നാരോ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് നടുഭാഗത്ത് ഈ ടബ് എന്ന് പറയുന്ന ഏരിയയിൽ ബൾക്കി ആയിട്ട് വന്നിട്ട് പുറകോട്ടും മുന്നോട്ടും നാരോ ആയിട്ടാണ് ഈ ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എയറോഡൈനാമിക് എഫക്റ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെ വരുമ്പോഴത്തേന്, ഇങ്ങനെ ഒരു ഷേപ്പ് വരുമ്പോഴത്തേന് ഈ ബോഡിയും വീലും തമ്മിലുള്ള അകലം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ വീലുകളെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഈ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ മോണോകോക്കിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നത് ഈ വിഷ്ബോൺ സസ്പെൻഷൻ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. തന്നെപോലെ നമ്മുടെ ഇവിടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഈ വീടിൻ്റെ മുകളിൽ ഷാസിയോ അല്ലെങ്കിൽ ഫെൻഡറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ കാറിൻ്റെ ഡിസൈനിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നമ്മളിവിടെ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ ഉപയോഗിക്കാൻ നിർബന്ധിതരായി മാറുകയാണ്. തന്നെപോലെ ഇവിടെ നമ്മൾ കാർബൺ ഫൈബർ ഉപയോഗിച്ച് വളരെ സ്ലീക്കായിട്ടാണ് ഈ വിഷ്ബോണുകൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഇതിൻ്റെ എയറോഡൈനാമിസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെയുള്ള എയർ ഫ്ലോയെ ഒബ്സ്ട്രക്ട് ചെയ്തില്ല. ഇനി സസ്പെൻഷൻ സെറ്റപ്പ് പൂർത്തിയാകണമെങ്കിൽ ഈ വിഷ്ബോണുകൾ മാത്രം പോരാ. ഇവിടെ നമുക്ക് റോക്കറുകളും ഡാമ്പറുകളും അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബറുകൾ എന്നൊക്കെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ റോക്കറുകളും ഡാമ്പറുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷോക്ക് അബ്സോർബറിൻ്റെ ഭാഗമായിട്ടുള്ള കോയിലോർ സ്പ്രിങ്ങുകളും ഒക്കെ പൊതുവെ ഇത്തരത്തിലുള്ള സസ്പെൻഷൻ സെറ്റപ്പ് ഉപയോഗിക്കുന്ന കാറുകളിൽ ഈ ലോവർ വിഷ്ബോണിൽ നിന്നും കാറിൻ്റെ ഷാസിയിലേക്ക് അല്ലെങ്കിൽ കാറിൻ്റെ മോണോകോക്കിലേക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സെറ്റപ്പുകൾ നമ്മൾ ഈ വിഷ്ബോണിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ എയർ ഫ്ലോയെ ഒബ്സ്ട്രക്ട് ചെയ്യും, എയർ ഫ്ലോയെ തടസ്സപ്പെടുത്തും. അതോടുകൂടി നമ്മുടെ ഈ ക്ലീൻ എയർ ഡർട്ടി എയർ ആയിട്ട് മാറും. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഡാമ്പറുകളും റോക്കറുകളും അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബറുകളും എല്ലാം കാറിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വീലിൽ നിന്നുള്ള ലോഡ് ഒരു പുൾ റോഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പുഷ് റോഡ് ഉപയോഗിച്ചോ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുൾ റോഡ് വേണോ പുഷ് റോഡ് വേണോ എന്നൊക്കെ ഉള്ളത് ഓരോ മാനുഫാക്ചറും അവരുടെ ഡിസൈനിനനുസൃതമായിട്ടാണ് ഉപയോഗിക്കുന്നത്. തന്നെയല്ല ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ രീതിയിലുള്ള റോക്കറുകളും ഷോക്ക് അബ്സോർബറിൻ്റെ ഭാഗമായിട്ടുള്ള സ്പ്രിങ്ങുകളും ഒക്കെ വേണം. പക്ഷേ അങ്ങനെയുള്ള കോയിലോർ സ്പ്രിങ്ങുകളോ അല്ലെങ്കിൽ എയർ പിസ്റ്റണുകളോ ഒന്നുമല്ല ഇവിടെ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ടോർഷൻ ബാർ എന്നറിയപ്പെടുന്ന ഒരു സിലിണ്ടറിക്കൽ റോഡാണ് സസ്പെൻഷൻ്റെ സ്പ്രിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ടോർഷൻ ബാറിൻ്റെ ഒരറ്റത്ത് നമ്മൾ പുൾ റോഡ് അറ്റാച്ച് ചെയ്യും, മറ്റേ വശം ഫിക്സ്ഡ് ആയിട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ ഈ ലോഡ് വരുമ്പോഴത്തേന് ഇത് ഒരു തരത്തിൽ ട്വിസ്റ്റ് ചെയ്ത് ഒരു സ്പ്രിങ് പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ സസ്പെൻഷൻ്റെ എക്സ്പോസ്ഡ് ആയിട്ട് വരുന്ന എല്ലാ എലമെൻറ്റ്സും കംപ്ലീറ്റ് ആയിട്ട് കാർബൺ ഫൈബർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്, അല്ലെങ്കിൽ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യം പറ്റുന്നില്ല, ഈ കാറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിൽ നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. അതായത് 900 കിലോഗ്രാം അല്ലെങ്കിൽ 1 ടൺ ഭാരത്തിൽ താഴെ മാത്രമേ ഒരു F1 കാറിന് വെയിറ്റ് ഉള്ളൂ. ഈ വെയിറ്റ് മാനേജ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹൈ സ്ട്രെങ്ത് എലമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പം വെറും 900 കിലോ മാത്രം ഭാരമുള്ളൊരു കാറിലെ അവിടെ അതിൻ്റേതായ സ്ട്രെങ്ത് മാത്രം പോരെ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അങ്ങനെയല്ല കാര്യം. നമ്മൾ പറഞ്ഞു F1 കാറിൻ്റെ ഭാരം 900 കിലോയേ ഉള്ളൂ. പക്ഷേ ഇത് ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ, ഇത് ഇതിൻ്റെ ഫുൾ സ്പീഡിൽ അങ്ങോട്ട് ഓടി തുടങ്ങി കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിൽ 5 ടണ്ണോളം ഡൗൺ ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു F1 കാറിൻ്റെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5 ടണ്ണിലധികമാണ്. അത്രയും ഭാരം താങ്ങാൻ പറ്റുന്ന സ്ട്രെങ്ത് ഉള്ള സസ്പെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാറ് ഇത്തരത്തിൽ വളരെ അനായാസമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഈ ടോർഷൻ ബാറിനെ കൂടാതെ 2 വശത്തുള്ള സസ്പെൻഷൻ എലമെൻറ്റുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു റോൾ ബാർ നമുക്ക് കാണാൻ സാധിക്കും. ഈ റോൾ ബാറിൻ്റെ ഉദ്ദേശം ബോഡി റോൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൂടാതെ ഈ കാറ് വളരെ പെട്ടെന്ന് ആക്സിലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ 2 വശത്തുള്ള വീലുകൾ ഒരേ സമയം മുകളിലോട്ട് പൊങ്ങിപ്പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഈ മോഷൻ ഹീവ് എന്നാണ് അറിയപ്പെടുന്നത്. ഹീവ് മാനേജ് ചെയ്യുമ്പോൾ ഹീവ് സ്പ്രിങ്ങുകൾ ഇതിലുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയാണ് നമ്മുടെ ഈ സസ്പെൻഷൻ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷനും റിയർ സസ്പെൻഷനും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്.
രീതിയാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ അല്പം വ്യത്യാസമുണ്ട്. അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ബോഡിയുടെ ഷേപ്പും പുറകിലെ ബോഡിയുടെ ഷേപ്പും നമ്മൾ വ്യത്യാസമുണ്ട്. തന്നെയുമല്ല പുറകിലാണ് അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ ഭാരം കൂടുതലാണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചറും വളരെ കൂടുതലാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാവുന്ന രീതിയിലാണ് റിയർ സസ്പെൻഷൻ വരുന്നത്. പക്ഷേ അതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ ഈ രണ്ട് സസ്പെൻഷനും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഇടയിൽ വളരെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റം വരുന്നത്. സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റിയറിംഗ് സിസ്റ്റം ഒന്നുമില്ല. രണ്ട് വശത്തുമുള്ള ഈ വീലുകളല്ല, രണ്ട് വശത്തുള്ള സസ്പെൻഷൻ സെറ്റപ്പുകളിലേക്ക് ട്രാക്ക് റോഡുകൾ ഉപയോഗിച്ച് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഹൈഡ്രോളിക് റാക്ക് ആൻഡ് പിന്നൻ സ്റ്റിയറിംഗ് സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ റാക്ക് ആൻഡ് പിന്നൻ സ്റ്റിയറിംഗ് സെറ്റപ്പ് എന്നാന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ എല്ലാ കാറുകളിലും കാണുന്ന പവർ സ്റ്റിയറിംഗിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു റാക്ക് ആൻഡ് പിന്നൻ സെറ്റപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഫ്രണ്ട് സസ്പെൻഷനുകൾ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള ട്രാക്ക് റോഡ് നമുക്ക് റിയർ സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഈ കാറിന് റിയൽ വീൽ സ്റ്റിയറിംഗ് ഉണ്ടെന്നൊന്നുമല്ല. ഈ ട്രാക്ക് റോഡോട് ഉപയോഗം എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഓട്ടത്തിനിടയിൽ വെർട്ടിക്കൽ ടയർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി മാത്രമാണ്. ഇനി ബ്രേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സെറ്റപ്പാണ്. ഹൈഡ്രോളിക് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് റിസർവർ ഉണ്ട്. അവിടുന്ന് ബ്രേക്ക് ലൈൻസിലൂടെ ഈ ഫ്ലൂയിഡ് കാറിൻ്റെ വീലുകളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഈ ബ്രേക്ക് സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ മാസ്റ്റർ സിലിണ്ടറും ഫ്ലൂയിഡ് റിസർവറും റിയർ ബ്രേക്കിനും ഫ്രണ്ട് ബ്രേക്കിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇത്രയും വേഗത്തിൽ ഓടുന്ന കാറാണ്. വളരെ ചുരുങ്ങിയ ഡിസ്റ്റൻസിൽ, അതായത് 10 മീറ്റർ താഴെ ടോപ്പ് സ്പീഡിൽ നിന്ന് ഇതിനെ സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബ്രേക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേന് വളരെ വലിയ അളവിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹീറ്റിനെ മാനേജ് ചെയ്യാൻ വളരെ കൃത്യമായ അളവിൽ വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള എയർ ഫ്ലോ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ F1 കാറുകളുടെ വീലുകളുടെ ഇന്നർ സൈഡ് ഒരു കാർബൺ ഫൈബർ ഷീൽഡ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുന്നത്. ഈ കാർബൺ ഫൈബർ ഷീൽഡ് കംപ്ലീറ്റ് ആയിട്ടും അടഞ്ഞല്ലിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു ഓപ്പണിംഗ് ഡക്റ്റ് ഉണ്ട്. അതിലൂടെ വായു വളരെ കൃത്യമായിട്ട് വീലിനുള്ളിലേക്ക് കടന്നു നിന്ന് ബ്രേക്കിനെ തണുപ്പിച്ച് വീലിന് പുറത്തേക്ക് പോകും. ഏതാണ്ട് 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് താങ്ങാൻ സാധിക്കുന്ന കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബ്രേക്ക് ഡിസ്കും ബ്രേക്ക് പാഡുകളും നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്രേക്ക് കാലിപ്പർ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ടൈറ്റാനിയമാണ്. അതായത് ഒരു വലിയ ടൈറ്റാനിയം ബ്ലോക്കിൽ നിന്നും ഒരു ശില്പം കാർവ് ചെയ്തെടുക്കുന്ന പോലെ എടുത്ത ബ്രേക്ക് കാലിപ്പറാണ് ഇതിനുള്ളത്. ഇത്തരത്തിലുള്ള കാലിപ്പറുകൾ നിർമ്മിക്കാൻ കേപ്പബിളായിട്ടുള്ള എക്സ്പെർട്ടുകൾ ആരാന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം ഈ കാലിപ്പർ ബ്രേക്ക് ലിസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് മാക്സിമം ലോവസ്റ്റ് പൊസിഷനിലായിരിക്കും. അതിൻ്റെ ഉദ്ദേശം കാറിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാക്സിമം ലോവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി ബ്രേക്ക് ഡിസ്കിലേക്ക് വന്നാൽ ഡിസ്കിൻ്റെ സെൻട്രൽ പോർഷനിൽ നമുക്ക് ആയിരക്കണക്കിന് ഹോളുകൾ കാണാൻ സാധിക്കും. ഈ ഹോളുകൾ ഡിസ്കിൻ്റെ പുറത്തു നിന്നും നേരെ ഹബിലേക്ക് ഡ്രിൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഡ്രിൽ ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് ഹോളുകളുണ്ട്. ഇത് വെന്റിലേഷന് വേണ്ടിയുള്ള ഹോളുകളാണ്. ഈ ഹോളിലൂടെ എയർ പാസ് ചെയ്താണ് ഇതിനെ തണുപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ഹൈ എൻഡ് സ്പോർട്സ് കാറിലൊക്കെ കാണുന്ന പോലുള്ള ക്രോസ് ഡ്രിൽഡ് ഡിസ്കുകളല്ല. ഇതിൻ്റെ നടുക്ക് വെർട്ടിക്കലി സെൻറ്ററിലേക്കാണ് ഈ ഹോളുകൾ കാണുന്നത്. അതായത് നമ്മളൊരു വെന്റിലേറ്റർ ഡിസ്കിന് സമാനമായ രീതിയിലാണ് ഈ ടൈനി ഹോളുകൾ ഇതിൽ ഡ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു F1 കാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലും മുന്നിലും ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഉള്ളത്. പക്ഷേ പുറകിലെ ഡിസ്കുകളുടെ സൈസ് മുന്നിലെ ഡിസ്കുകളെ അപേക്ഷിച്ച് കുറവാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ F1 കാർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറാണ്. അതായത് ബ്രേക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന എനർജിയെ റീജനറേറ്റ് ചെയ്ത് ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് അത് വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഇതിലുണ്ട്. അതറിയപ്പെടുന്ന MGU-K എന്ന പേരിലാണ്. MGU-K എന്ന് പറഞ്ഞാൽ മോട്ടോർ ജനറേറ്റഡ് യൂണിറ്റ് കൈനറ്റിക് എന്നാണ്. ഇതുകൂടാതെ MGU-H എന്ന് പറയുന്ന ഒരു പാർട്ടൂടെ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇനി ഇതിലേക്ക് വീലുകൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു സിംഗിൾ ഹബ് നട്ട് ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് ഓരോ പിറ്റ് സ്റ്റോപ്പിലും നിമിഷ നേരം കൊണ്ട് ഇതിൻ്റെ വീലുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള F1 കാറുകളിൽ ഉപയോഗിക്കുന്നത് 1.6 ലിറ്റർ ടർബോ ചാർജ്ഡ് V6 എഞ്ചിനാണ്, 6 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇതാണ്ട് 1000 PS 1000 ബ്രേക്ക് ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. 1000 ബ്രേക്ക് ഹോഴ്സ് പവറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ കോൺഫിഗറേഷൻ ഞാൻ എൻ്റെ 90 ഡിഗ്രി V കോൺഫിഗറേഷനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഷോർട്ട് സ്ട്രോക്ക് പിസ്റ്റണുകളാണ് ഇതിലുള്ളത്. ഷോർട്ട് സ്ട്രോക്ക് പിസ്റ്റണുകൾ ഇതൊരു ഹൈ റവിങ് എഞ്ചിനാണ്. 15000 RPM വരെ റവ് ചെയ്യുന്ന ഒരു ഹൈ റവ് 1.6 V6 എഞ്ചിനാണ് ഈ സംഭവം. അപ്പോൾ ഈ പറഞ്ഞത് 2025 വരെയുള്ള എഞ്ചിൻ്റെ കോൺഫിഗറേഷനാണ്. 2026 ആയപ്പോഴത്തേന് എഞ്ചിൻ്റെ കോൺഫിഗറേഷനിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നില്ല. അതായത് പണ്ട് ഉപയോഗിച്ച് ആ 1.6 ലിറ്റർ V6 എഞ്ചിൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ പവർ ഔട്ട്പുട്ടിൽ വ്യത്യാസം വന്നു. അതായത് കഴിഞ്ഞ വർഷം 2025 വരെ 850 മുതൽ 1000 HP വരെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ എഞ്ചിൻ, ഈ IC എഞ്ചിൻ തന്നെയാണ്. പക്ഷേ 2026 ആയപ്പോഴത്തേന് ഈ എഞ്ചിനിൽ നിന്നുള്ള പവർ ഔട്ട്പുട്ട് പകുതിയായിട്ട് കുറച്ചു. അതായത് 1000 HP ആണ് ഈ കാറിൻ്റെ പവറെങ്കിൽ അതിൽ ഏതാണ്ട് 500 HP അല്ലെങ്കിൽ 550 HP മാത്രമേ ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 350 മുതൽ അല്ലെങ്കിൽ 450 HP വരെ തരുന്നത് കാറിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാറ്ററിയാണ്. അതായത് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ IC എഞ്ചിനും ബാറ്ററിയും തമ്മിലുള്ള ആ പവർ സ്പ്ലിറ്റ് 50-50 എന്ന രീതിയിൽ അല്ലെങ്കിൽ 60-40 എന്ന രീതിയിൽ മാറ്റിയെടുത്തു. ഇത് പറയുമ്പോൾ നമുക്കിവിടെ ഒരു സംശയം തോന്നിക്കുക, എല്ലാ ടീമുകളും
ഒരേ കോൺഫിഗറേഷനുള്ള എഞ്ചിനുകൾ തന്നെയാണോ ഉപയോഗിക്കുന്നുള്ളൊരു സംശയം. അതായത് F1 കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം 2014 തൊട്ട് 2025 വരെയുള്ള F1 ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇതിൽ ആകെ 4 എഞ്ചിൻ സപ്ലയേഴ്സ് മാത്രമേ ഉള്ളൂ. എല്ലാ ടീമുകളും ഈ 4 എഞ്ചിൻ സപ്ലയേഴ്സ് എന്നുള്ള എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അതായത് 1 ഫെറാറി, 2 മെഴ്സിഡസ്, 3 ഹോണ്ട, പിന്നെ റെനോ. ഇങ്ങനെ 4 എഞ്ചിൻ സപ്ലൈസ് ആണുള്ളത്. എല്ലാ ടീമുകളും ഇവരിൽ ആരുടെയും ഒരു എഞ്ചിനായിരിക്കും ഉപയോഗിക്കുന്നത്. അത് പലപ്പോഴും ഈ ടീമുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വളരെ വിഖ്യാതമായ ഏതെങ്കിലും ഒരു കാർ ബ്രാൻഡിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാർ നിർമ്മാതാവിനെ ആയിരിക്കും. എന്ന് കരുതി അവരുടെ തന്നെ എഞ്ചിൻ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ അസ്റ്റൺ മാർട്ടിൻ ഒരു വിഖ്യാതമായ സ്പോർട്സ് കാർ നിർമ്മാതാവാണ്. അസ്റ്റൺ മാർട്ടിൻ കഴിഞ്ഞ വർഷം വരെ ഉപയോഗിച്ച് വന്നത് മെഴ്സിഡീസിൻ്റെ എഞ്ചിനാണ്. ഈ വർഷം 2026 മുതൽ അവർ ഹോണ്ടയുടെ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അസ്റ്റൺ മാർട്ടിൻ്റെ കാര്യം പോട്ടെ, അവരിപ്പോൾ അവരുടെ റോഡ് കാറുകളിലും മെഴ്സിഡീസിൻ്റെ എഞ്ചിനൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഈ വർഷം തൊട്ട് കാഡിലാക്കിൻ്റെ ടീം F1 റേസിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഉപയോഗിക്കുന്നതും ഫെറാറിയുടെ എഞ്ചിനാണ്, അല്ലാതെ അവരുടെ സ്വന്തം എഞ്ചിനല്ല. അതുപോലെ തന്നെ മക്ലാരൻ ഉപയോഗിക്കുന്ന മെഴ്സിഡീസിൻ്റെ മറ്റു എഞ്ചിനാണ്. അങ്ങനെ പല ടീമുകളും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിൻ്റെ എഞ്ചിനായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വർഷം മുതൽ 2026 മുതൽ ഈ പറഞ്ഞ 4 മാനുഫാക്ചർ അല്ലാതെ വേറെയും ചില മാനുഫാക്ചേഴ്സ് വരുന്നുണ്ട്. അതായത് ഈ വർഷം മുതൽ ഔഡി അവരുടെ ടീമുമായിട്ട് F1 വരുന്നുണ്ട്. അപ്പോൾ ഔഡി അവരുടെ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ റെഡ് ബുള്ള് കഴിഞ്ഞ വർഷം വരെ ഹോണ്ടയുടെ എഞ്ചിനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ റെഡ് ബുൾ ഈ വർഷം മുതൽ അവർ സ്വന്തമായിട്ട് ഫോർഡുമായിട്ട് ചേർന്നുകൊണ്ട് എഞ്ചിൻ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഫോർഡും എഞ്ചിൻ മാനുഫാക്ചറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം എഞ്ചിൻ മാനുഫാക്ചേഴ്സ് 5 ആരായിട്ട് മാറും. 5 പേരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനോ ഈ വർഷം തൊട്ട് എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ആൽപൈന് വേണ്ടിയാണ് റെനോ എഞ്ചിൻ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ ആൽപൈൻ മെഴ്സിഡീസിൻ്റെ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഇനി എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകളൊക്കെ F1 റേസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഉപയോഗിക്കുന്ന ഈ എഞ്ചിനുകളെന്ന് പറഞ്ഞാൽ ഇത് ടർബോ ചാർജർ എഞ്ചിനാണ്. ഇപ്പം ടർബോ ചാർജർ എഞ്ചിൻ എന്ന് പറഞ്ഞാലും ഇതൊരു സ്പ്ലിറ്റ് ടൈപ്പ് ടർബോ ചാർജറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സ്പ്ലിറ്റ് ടൈപ്പ് ടർബോ ചാർജർ എന്ന് പറഞ്ഞാൽ ടർബോ ചാർജറിൻ്റെ ടർബൈനും അതുപോലെ കംപ്രസറും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് അവയെ തമ്മിലൊരു ഷാഫ്റ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സ്പ്ലിറ്റ് ടൈപ്പ് ടർബോ ചാർജർ എന്ന് പറയുന്നത്. അതായത് എഞ്ചിൻ്റെ തൊട്ടുപുറകിലായിട്ടാണ് ഇതിൻ്റെ ടർബോ ചാർജറിൻ്റെ ഭാഗമായിട്ടുള്ള ടർബൈൻ ഇരിക്കുന്നത്. നമ്മുടെ സാധാരണ ടർബോ ചാർജറിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹോട്ട് ഗ്യാസസ് ഉപയോഗിച്ച് ടർബൈൻ തിരിക്കുന്നു. ടർബൈനിൽ നിന്നൊരു ഷാഫ്റ്റ് എഞ്ചിൻ്റെ മുന്നിലുള്ള കംപ്രസറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ടർബൈൻ തിരിയുന്നതോടുകൂടി കംപ്രസർ തിരിയുന്നു. കംപ്രസറിലേക്ക് ഡ്രൈവറിൻ്റെ തലയ്ക്ക് മുകളിലുള്ള റോൾ ഹൂപ്പിലുള്ള എയർ ഇൻടേക്കിൽ നിന്നാണ്. ഇതുകൂടാതെ നമ്മൾ കാരണം 2 വശങ്ങളിലും ബാർജ് ബോർഡിന് മുകളിലായിട്ട് 2 എയർ ഇൻടേക്കുകളുണ്ട്. അപ്പോൾ ഇടതുവശത്തോ വലതുവശത്തുള്ള ഒരു എയർ ഇൻടേക്ക് പൂർണ്ണമായി ഉപയോഗിക്കുന്നത് ഇൻ്റർ കൂറിലേക്ക് എയർ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതായത് ഇത്രയും ഹോട്ടായിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടർബോ തിരിക്കുക, അത് ഉപയോഗിച്ച് കംപ്രസറിലേക്ക് എയർ വലിച്ചു കയറ്റുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കംപ്രസറിൽ നിന്ന് കംപ്രസ്ഡായിട്ട് വരുന്ന എയറിനെ തണുപ്പിച്ചിട്ട് വേണം നമുക്കതിനെ എഞ്ചിനിലേക്ക് കടത്തിവിടാൻ. അതിനുവേണ്ടി ഇവിടെ ഒരു ഇൻ്റർ കൂളർ സെറ്റപ്പ് ഉണ്ട്. അപ്പം റോൾ ഹൂപ്പിൽ നിന്ന് കംപ്രസർ ഉപയോഗിച്ചിട്ട് ഹൈലി കംപ്രസ്ഡായിട്ട് വരുന്ന എയർ ആദ്യം ഇൻടർകൂളറിലൂടെ കടന്ന് എഞ്ചിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് അല്ലെ ഇൻടേക്ക് പ്ലനം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ നിന്നും പ്രത്യേകം ഇൻടേക്ക് ട്രംപറ്റുകൾ വഴി ഈ എയർ സിലിണ്ടറിലേക്ക് ചെല്ലുകയാണ് ചെല്ലുന്നത്. അപ്പോൾ ഓരോ സിലിണ്ടറും വേണ്ടി പ്രത്യേകം ഇൻടേക്ക് ട്രംപറ്റുകളുണ്ട്. അപ്പം അവിടെ നിന്നും എഞ്ചിൻ കംപ്രസ് ചെയ്തിട്ട് ഹോട്ട് ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. അത് ഉപയോഗിച്ചാണ് നമ്മൾ ടർബൈൻ തിരിക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ ചെയ്താലും ഈ ടെമ്പറേച്ചർ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന എക്സസ് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു എനർജി റിക്കവറി സിസ്റ്റം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് MGU-H എന്നാണ് പറയുന്നത്. അതായത് മോട്ടോർ ജനറേറ്റഡ് യൂണിറ്റ് ഹീറ്റ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന എനർജി നമ്മളൊരു ബാറ്ററിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് കൂടാതെ ഒരു മോട്ടോർ ജനറേറ്ററും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ വീലുകളിൽ നിന്നും എനർജി റിക്കവർ ചെയ്യുന്ന MGU-K ഉണ്ട്, മോട്ടോർ ജനറേറ്റഡ് യൂണിറ്റ് കൈനറ്റിക്. ഈ 2 മോട്ടോർ ജനറേറ്ററും കൂടി ഏതാണ്ട് 160 HP ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 2025 വരെയുള്ള കഥ. 2026 ആയപ്പോഴത്തേന് കഥ മാറി. MGU-H മോട്ടോർ ജനറേറ്റർ യൂണിറ്റ് ഹീറ്റ് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കപ്പെട്ടു. അതായത് ഈ MGU-H എന്ന് പറയുന്ന സംഭവം ഹൈലി കോംപ്ലക്സ് ആയ, അതുപോലെ ഹൈലി എക്സ്പെൻസീവായ, ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു ഡിവൈസാണ്. അപ്പോൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരു കാരണവശാലും ഈ സംഭവത്തിനെ ഒരു റോഡ് കാറിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അതായത് നമുക്ക് ഈ F1 പോലെയുള്ള കാറോട്ട മത്സരങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ടെക്നോളജിയിൽ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ടെക്നോളജി തന്നെ അപ്ഗ്രേഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ F1 പോലെയുള്ള കാർ മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും പിന്നീട് റോഡ് കാറുകളിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് വരും. പക്ഷേ ഈ പറഞ്ഞ MGU-H എന്ന് പറയുന്ന സംഭവം ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമാണ്, ഹൈലി എക്സ്പെൻസീവാണ്. അതൊരു തരത്തിലും നമുക്കൊരു റോഡ് കാറിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് MGU-H എന്ന് പറയുന്ന ആ എനർജി റിക്കവറി സിസ്റ്റം F1 കാറിൽ നിന്നും ഈ വർഷം മുതൽ ഒഴിവാക്കിയത്. അപ്പോൾ ഈ MGU-H ഒഴിവാക്കിയപ്പോഴത്തേന് F1 കാറിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റിൽ ചില രീതിയിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്.
MG വെച്ച് ഒഴിവാക്കിയതുകൊണ്ട് മാത്രമല്ല, ഒന്നാമത് നമ്മൾ പറഞ്ഞു ഈ കാറിൻ്റെ നീളത്തിലും വീതിയിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഞ്ചിനും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും പാക്ക് ചെയ്യാനുള്ള സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ 2024 കാർ, പുതിയ കാർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കാറിൽ ധാരാളം പുതിയ വെൻറ്റുകളും അതുപോലെ ഗ്രില്ലുകളും ഒക്കെ ഡിസൈൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും ഹീറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റുകളാണ്. അതുപോലെ തന്നെ ഈ MG വെച്ച് ഒഴിവാക്കപ്പെട്ടപ്പോഴത്തേന് ഈ കാറുകൾക്കുണ്ടായ പ്രധാനമായ മറ്റൊരു മാറ്റം ഇതിൻ്റെ സൗണ്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. സൗണ്ട് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ഓരോ മാനുഫാക്ചറേഴ്സിൻ്റെയും കാറുകളുടെ സൗണ്ട് തമ്മിൽ വ്യത്യാസവും വന്നു. ഏതായാലും MG വെച്ച് പോയെന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ പവറിൽ കുറവൊന്നും സംഭവിച്ചില്ല, മറിച്ച് ബാറ്ററിയുടെ പവർ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതായത് കഴിഞ്ഞ വർഷം വരെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ, അതായത് MG-Hഉം MG-Kയും കൂടെ ടോട്ടലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് 160 bhp അല്ലെങ്കിൽ 160 HP പവറാണ്. പക്ഷേ ഈ വർഷം അത് എൻ്റെ ഇരട്ടി അധികമായിട്ട് വർദ്ധിച്ചു. തന്മൂലം ഇന്ന് മത്സരിക്കുന്ന പല കാറുകളിലെയും പവർ ഔട്ട്പുട്ടിൻ്റെ 50% കൊടുക്കുന്നത് ഈ ബാറ്ററിയാണ്. അതായത് പുതിയതായിട്ട് വന്നിട്ട് പല കാർ മാനുഫാക്ചേഴ്സും, അതായത് ഔഡി പോലുള്ള കാർ മാനുഫാക്ചേഴ്സ്, ഇവരുടെ ഔഡിയുടെയൊക്കെ കാറിലെ 50% പവറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാറ്ററിയാണ്. അതായത് MG-K എന്ന് പറയുന്ന മോട്ടോർ ജനറേറ്റർ സിസ്റ്റം കൈനറ്റിക് എന്ന് പറയുന്ന സംഭവത്തിനെ കൂടുതൽ എഫക്റ്റീവും കൂടുതൽ എഫിഷ്യൻറ്റും ആക്കി മാറ്റി. അതുപോലെ ബാറ്ററിയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു. ഇതെല്ലാം കൊണ്ടാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ പവർ വർദ്ധിച്ചത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിലുള്ള ഇൻടേക്ക് ഡക്റ്റിൽ നിന്നുള്ള എയർ നേരെ ഇൻ്റർകൂളറിലേക്കാണ് പോകുന്നത്. പക്ഷേ മറുവശത്ത് ഒരു ഇൻടേക്ക് ഡക്റ്റ് കൂടി ഉണ്ട്. അതിൽ നിന്ന് വരുന്ന എയർ നമ്മൾ കാറിൻ്റെ എഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് കമ്പോണൻസിൻ്റെ കൂളിങ്ങിന് വേണ്ടിയാണ്. എഞ്ചിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഒരു മെയിൻ റേഡിയേറ്റർ ഉണ്ട്. ഇതുകൂടാതെ ഒരുപാട് തരം ഓയിലുകളുണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഗിയർ ഓയിൽ, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കൂളിങ്ങിന് വേണ്ടിയാണ് ഈ വരുന്ന എയർ ഫ്ലോ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഒരു സെപ്പറേറ്റ് റേഡിയേറ്റർ റോൾ ഹൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള എയർ ഡക്റ്റിലും വരുന്നുണ്ട്. ഇനി എഞ്ചിൻ മാത്രം പോലെ വണ്ടി ഓടണമെങ്കിൽ ഫ്യൂവലും കൂടെ വേണ്ടേ. ഈ F1 കാറിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെവ്ലാർ ഫ്യൂവൽ ടാങ്കാണ്. അതായത് റബ്ബർ ലൈനിങ് ഉള്ള ഒരു ബുള്ളറ്റ് പ്രൂഫ് കെവ്ലാർ ബ്ലാഡർ ഇതിൻ്റെ മോണോക്കോക്ക് ഷാസിയിൽ ഒരു പ്രത്യേക കമ്പാർട്ട്മെൻറ്റിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ആ കമ്പാർട്ട്മെൻറ്റ് ടൈറ്റായിട്ട് നിറയുന്ന രീതിയിൽ ഈ സാധനം അതിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതായത് 115 മുതൽ 150 ലിറ്റർ വരെ ഫ്യൂവലാണ് ഇതിൽ നിറയ്ക്കാൻ സാധിക്കുന്നത്. അതായത് ഓരോ മാനുഫാക്ചറിൻ്റെയും ഡിസൈൻ അനുസരിച്ച് അതിൽ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയിലൊക്കെ ഇച്ചിരി വ്യത്യാസം വരും. അപ്പോൾ ഈ 115 ലിറ്റർ അല്ലെങ്കിൽ 150 ലിറ്റർ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ റേസിന് മുഴുവൻ വേണ്ട ഫ്യൂവലാണ് ഈ വരുന്നത്. അതായത് റേസിനിടെ പിറ്റ് സ്റ്റോപ്പിൽ F1 റേസിൽ, ഫോർമുല 1 റേസിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമ്മുടെ FIAയുടെ റൂളാണ്. അപ്പോൾ ഒരു റേസിന് വേണ്ട കംപ്ലീറ്റ് ഫ്യൂവൽ ആണ് നിറച്ചുകൊണ്ടാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഈ 150 ലിറ്റർ ഫ്യൂവൽ നിറയ്ക്കാവുന്ന ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ പാത്രം പോലത്തെ ഒരു ടാങ്ക് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് സെഗ്മെൻറ്റുകളായിട്ട് ഈ ടാങ്കിനെ ഇന്റേണലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സെഗ്മെൻറ്റുകളും തമ്മിൽ, ഓരോ കമ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വശത്തേക്ക് മാത്രം ഓപ്പൺ ചെയ്യുന്ന വാൽവുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ ഈ ഓട്ടത്തിനിടെ ഈ ഫ്യൂവൽ കുറയുന്നതനുസരിച്ച് ഇത് ടാങ്കിനകത്ത് കിടന്ന് അടിച്ച് പതഞ്ഞ് വണ്ടിയുടെ ബാലൻസും പോയി ഫ്യൂവൽ പമ്പ് ഡ്രൈ ആയി മൊത്തം പ്രശ്നമാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സെഗ്മെൻറ്റുകളായിട്ടുള്ളൊരു ഫ്യൂവൽ ടാങ്ക് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി F1 കാർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് E10 ഫ്യൂവലാണ്. അതായത് 10% എഥനോൾ വരുന്ന ഗ്യാസോലിൻ ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ 10% എഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സോഴ്സ് ചെയ്യുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഥനോളാണ്. അതായത് ഇൻഡസ്ട്രിയലി ഉണ്ടാക്കുന്ന എഥനോളല്ല, മുനിസിപ്പൽ വേസ്റ്റ് അല്ല ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന എക്കോ ബെനിഫിഷ്യൽ ആയിട്ടുള്ള എഥനോളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതുകൂടാതെ എഞ്ചിനിൽ നിന്ന് വീലുകളിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 8 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7+1 7 ഫോർവേഡ് ഗിയറുകളും ഒരു റിവേഴ്സ് ഗിയറും വരുന്ന 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ 7 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി F1 കാറിൻ്റെ കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതിൻ്റെ സേഫ്റ്റി മെക്കാനിസം ആണ്. അത് ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് സ്പോർട്സ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു മത്സരമായിരുന്നു F1 റേസിംഗ് എന്ന് പറഞ്ഞാൽ. അത് ഒരുപാട് പ്രഗത്ഭരായ അയൽട്ടൺ സെന്നെ, നിക്കി ലൗഡയും പോലുള്ള ഒരുപാട് പ്രഗത്ഭരായ ഡ്രൈവർമാർ F1 മത്സരങ്ങൾക്കിടയിൽ പരിക്ക് പറ്റുകയും അല്ലെങ്കിൽ മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്ന് F1 മത്സരങ്ങൾ, F1 കാറുകളുടെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ F1 മത്സരങ്ങൾക്കിടയിൽ ഡ്രൈവർമാർ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതാണ് പൂർണ്ണമായും ഒഴിവായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ ഇതിൽ സുരക്ഷാ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൻ്റെ പുറകിൽ റിയർ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ റിയർ ഇമ്പാക്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടി റിയർ ക്രാഷ് സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇരുവശങ്ങളിലും സൈഡ് ക്രാഷ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കത്തില്ല. ഈ മോണോക്കോക്കിൻ്റെ വശങ്ങളിലാണ് ഈ സൈഡ് ക്രാഷ് സ്ട്രക്ചേഴ്സ് ഉള്ളത്. അത് പുറത്തുനിന്ന് ഈ എയറോഡൈനാമിക് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യപ്പെട്ട രീതിയിലാണ് കണക്കാക്കുന്നത്. അവിടെ നമ്മൾ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫ്രണ്ട് ക്രാഷ് സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കും. ഇത് ഫ്രണ്ടിലുള്ള ഡിറ്റാച്ചബിൾ നോസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രാഷ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു ഫ്രണ്ട് കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് കോക്പിറ്റിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു ഡിറ്റാച്ചബിൾ നോസും അതിനോട് അനുബന്ധമായിട്ടുള്ള ക്രാഷ് സ്ട്രക്ചേഴ്സും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ 2018 മുതൽ കാറിൻ്റെ കോക്പിറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഹാലോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്. ഇതിനെ ഇന്ന് കണക്കാക്കുന്ന F1 കാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി ഡിവൈസായിട്ടാണ്. ഇതിൻ്റെ പലപ്പോഴും ഈ സ്ട്രക്ചറിന്
പല ഡ്രൈവർമാരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം. അതായത് വലിയ കൊളീഷൻ സംഭവിച്ച് കാറ് കീഴ്മേൽ മറിഞ്ഞ് ഇങ്ങനെയൊരു സ്ട്രക്ചർ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും മരണം സംഭവിക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഈ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് മാത്രം പല ഡ്രൈവർമാർക്കും അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഡ്രൈവറുടെ പുറകിൽ ഒരു റോൾ ഹൂപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റോൾ ഹൂപ്പ് എന്നുള്ളത് ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സേഫ്റ്റി സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ അതിൽ പലതരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകളും വന്നിട്ടുണ്ട്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറിലുള്ള ഈ 2026 കാറിലൊക്കെയുള്ള റോൾ ഹൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഏതാണ്ട് കാറിൻ്റെ ഭാരത്തിൻ്റെ പല മടങ്ങ് താങ്ങാൻ ശേഷിയുള്ളതാണ്. അതായത് ഇന്നൊരു F1 കാർ തലകീഴായി മറിഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഹാളോയും റോൾ ഹൂപ്പും ചേർന്ന് അതിൻ്റെ 5 ഇരട്ടി ഭാരം വരെ താങ്ങി നിർത്തും. അതുകൊണ്ട് ഒരു കാർ ടോപ്പ് ചെയ്ത് അതിൻ്റെ മേളിൽ വേറൊരു കാർ വന്ന് വീണെന്ന് പറഞ്ഞാലും ഡ്രൈവറെ വലിയ പരിക്കുകളൊന്നും കൂടാതെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ഈ 2018 ശേഷം അല്ലെങ്കിൽ 20 ശേഷമൊക്കെ പല ഫീച്ചേഴ്സും ഈ കാറിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ വന്നൊരു കാര്യമാണ് റെയിൻ ലൈറ്റ്സ്. അതായത് ഫോഗി കണ്ടീഷനിലും റെയിനി കണ്ടീഷനിലും ഒക്കെ മത്സരം നടക്കുമ്പോഴത്തേന് കാറുകളുടെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി കാറുകളുടെ പുറകിൽ ബ്ലിങ്കേഴ്സ് പോലുള്ള റെഡിഷ് ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ വർഷം മുതൽ ഈ 2026 മുതൽ കാറുകളുടെ വിങ് മിററിലും ഇതിന് സമാനമായിട്ട് ഈ റെയിൻ ലൈറ്റുകൾക്ക് സമാനമായ രീതിയിലുള്ള ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി കാറിൻ്റെ കോക്പിറ്റിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു F1 കാറിൻ്റെ കോക്പിറ്റിൽ ഡ്രൈവർ ഇരിക്കുന്നത് നമ്മളൊരു ട്രഡീഷണൽ കാറിൽ സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുന്ന പോലെയല്ല. ഡ്രൈവറുടെ സീറ്റ് വളരെ വ്യത്യസ്തമാണ്. അതായത് ഒരു F1 കാറിലെ ഡ്രൈവർ ഒരു ഹാമക്കിൽ കിടക്കുന്നതിന് ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഈ കാറിനുള്ളിൽ ഇരിക്കുന്നത്. ആ ഒരു പൊസിഷനിൽ കിടന്നുകൊണ്ടാണ് അയാൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ F1 കാറിൻ്റെ ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഡ്രൈവറിനും വേണ്ടി സ്പെഷ്യലായിട്ട് മോൾഡ് ചെയ്തെടുക്കുന്ന കാർബൺ ഫൈബർ സീറ്റുകളാണ്. അതായത് ഡ്രൈവറെ ഏറ്റവും ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന രീതിയിലാണ് ഈ സീറ്റ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ഡ്രൈവറിനും സ്പെസിഫിക് ആയിട്ട് സീറ്റുകൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഇതുകൂടാതെ ഒരു 6 പോയിൻറ്റ് സീറ്റ് ബെൽറ്റാണ് F1 കാറിൻ്റെ കോക്പിറ്റിനകത്തുള്ളത്. ഇതിന് പുറമെ വീണ്ടും സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് നെക്ക് ഡിവൈസ് എന്നൊക്കെ പറയുന്ന നെക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഡിവൈസുകൾ അത് 2003 മുതൽ അതിന് കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇത് ഹാൻഡ്സ് ഡിവൈസ് എന്നറിയപ്പെടുന്ന ഒരു ഷേപ്ഡ് കാർബൺ ഫൈബർ സ്ട്രക്ചറാണ്. ഇത് ഡ്രൈവറിൻ്റെ കഴുത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇതിന് പുറമെ ഡ്രൈവറുടെ ഹെൽമെറ്റ് വരുന്നത്. ഡ്രൈവറുടെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവറിന് തോന്നിയ ഹെൽമെറ്റ് ഒന്നും മേടിച്ച് തല വെക്കാൻ പറ്റത്തില്ല. ഓരോ കാറിൻ്റെയും എയറോ ഡൈനാമിക് ഡിസൈൻ അനുസരണമായ രീതിയിൽ മോൾഡ് ചെയ്തെടുത്ത ഹെൽമെറ്റുകളാണ് അതാത് കാറിൻ്റെ ഡ്രൈവർമാർ ഉപയോഗിക്കുന്നത്. അപ്പം F1 കാറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ആ എയറോ ഡൈനാമിക് ഡിസൈൻ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് അതിലെ ഓരോ ഘടകങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോക്പിറ്റിനുള്ള മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലാണ് കാറിൻ്റെ കോക്പിറ്റ് അല്ലെങ്കിൽ ആ കാറിൻ്റെ ടബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് F1 കാറിൽ ഡിറ്റാച്ചബിൾ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അതായത് കാറിനുള്ളിലേക്ക് ഡ്രൈവറിന് കയറണമെങ്കിൽ സ്റ്റിയറിംഗ് ഇളക്കി മാറ്റണം. ഡ്രൈവർ കയറിയിരുന്നതിന് ശേഷം സ്റ്റിയറിംഗ് അതിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് വീലെന്ന് വിളിച്ചെങ്കിലും F1 കാറിൻ്റെ സ്റ്റിയറിംഗ് വീൽ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പലക പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഈ പലക പോലത്തെ സ്റ്റിയറിംഗ് വീലിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് ആവശ്യമായ എല്ലാ ഇൻഫർമേഷനും ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കാറിനെ സംബന്ധിക്കുന്ന സകല ഇൻഫർമേഷനും ആ സ്ക്രീനിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ അതിൽ ധാരാളം ബട്ടണുകളുണ്ട്. ധാരാളം ബട്ടണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് കൺട്രോൾ ബട്ടൺ, എനർജി റിക്കവറി ബട്ടൺ, അതുപോലെ ഓവർടേക്ക് ബട്ടൺ. പഴയ കാലം 2025 വരെയുള്ള കാറുകളിൽ DRS ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഓവർടേക്ക് മോഡ് ബട്ടൺ ഉണ്ട്, ബൂസ്റ്റ് മോഡ് ബട്ടൺ ഉണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതായത് ഈ സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ച് ഓൺ ദ ഫ്ലൈ ഈ കാറിനെ ഡ്രൈവർക്ക് റീമാപ്പ് വരെ ചെയ്യാൻ സാധിക്കും. അത്ര സങ്കീർണമായ ഒരു ഉപകരണമാണ് F1 കാറിലെ സ്റ്റിയറിംഗ് വീൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാനുള്ള സംഭവമുണ്ട് F1 കാറിൻ്റെ സ്റ്റിയറിംഗ് വീൽ. സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെയായിട്ട് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് നടത്തുന്നത്. അപ്പം പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതമാണ് ഈ പാഡൽ ഷിഫ്റ്റേഴ്സ്. ഇന്ന് വരുന്ന പല ഓട്ടോമാറ്റിക് കാറുകളിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാൻ സാധിക്കും. പക്ഷേ F1 കാറിൻ്റെ കാര്യത്തിൽ സാധാരണ നമ്മൾ ഓടിക്കുന്ന കാറിലെ പോലെ ഒരു അലങ്കാര വസ്തുവല്ല ഈ പാഡൽ ഷിഫ്റ്റേഴ്സ്. അതായത് നമുക്കറിയാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് കാറുകളിൽ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് കാർ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. പക്ഷേ F1 കാറിൽ അങ്ങനെയല്ല. F1 കാർ ടെക്നിക്കലി ഒരു മാനുവൽ കാറാണ്. ഇതിൻ്റെ ഗിയർ അപ്പും ഡൗൺ ചെയ്യണമെങ്കിൽ വേറെ ഒരു മെക്കാനിസം ഇല്ല. ഈ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച്, ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് തന്നെ അത് ചെയ്യണം. അത് തന്നെ നമ്മൾ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് മുകളിലൊരു സെഗ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ താഴെ വേറൊരു സെഗ്മെൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ മുകളിലുള്ള സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സെഗ്മെൻറ്റാണ്. താഴെയുള്ളത് അതിൻ്റെ ക്ലച്ചാണ്. അപ്പോൾ ക്ലച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. വണ്ടി ഓടി തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഈ ക്ലച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് വണ്ടി ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലച്ച് ഉപയോഗിക്കാതെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡ്രൈവറുടെ കാലിലുള്ളത് ബ്രേക്കും ആക്സിലേറ്ററും മാത്രമാണ്. ഇനി വിമാനത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ F1 കാറിലും ഈ വണ്ടിയെക്കുറിച്ചും വണ്ടിയുടെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ധാരാളം സെൻസേഴ്സ് ഉണ്ട്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വിൻഡ് സ്പീഡ്, അതുപോലെ എയറിലെ മോയ്സ്ചർ കണ്ടന്റ്, അതുപോലെ എയറിൻ്റെ ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയുള്ള പല സെൻസേഴ്സ് വഴിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് F1 കാറിൻ്റെ മുന്നിൽ നമുക്കൊരു പൈലറ്റ് ട്യൂബ് പോലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ വണ്ടിയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും സെൻസ് ചെയ്യാൻ വേണ്ടി വേറെ സെൻസേഴ്സ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കാറിൻ്റെ
സൗണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മൈക്രോഫോൺ പോലുള്ള കാര്യങ്ങൾ എക്സോസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതല്ല, ഈ വീഡിയോ ഞാൻ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് 2025 ഉപയോഗിച്ച F1 കാറിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ 2026 ഇപ്പം നടക്കാൻ പോകുന്ന റേസുകളിൽ ഉപയോഗിക്കാൻ പോകുന്ന F1 കാറിൻ്റെ ഡീറ്റെയിൽസും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞത്. അപ്പോൾ ഓരോ വർഷവും FIA ഈ കാറിൻ്റെ ഡിസൈനിലും സ്പെസിഫിക്കേഷനിലും മറ്റു കാര്യങ്ങളിലും എല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ പരമായിട്ട് F1 കാറിൻ്റെ ഓരോ ഡിസൈനിൽ തന്നെ മാറ്റം വരും. തന്നെയുമല്ല ഓരോ മാനുഫാക്ചേഴ്സും അവരുടെ കാറിൽ ഈ FIAയുടെ റൂൾസിന് ചുവട് പിടിച്ചുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള പല മാറ്റങ്ങളും വരുത്തുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോകൾ യൂട്യൂബിലും നെറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് താല്പര്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് വേണ്ടി ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. ഏതായാലും തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.